വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക്. കെട്ടിടം നിർമ്മിച്ചത് സർക്കാരിന്റെ 1,90,00,000 രൂപ ചെലവിൽ. കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത വകുപ്പ് മന്ത്രി കടകംപള്ളി രാമചന്ദ്രൻ നാടിന് സമർപ്പിച്ചു. കൊടുന്തിരപ്പള്ളിയിൽ പിതാവ് മകനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് 32 വയസ്സുള്ള സിജിൽ. കൊലപാതകം മകൻ മദ്യപിച്ചെത്തിയ വഴക്കിനെ തുടർന്ന് പിതാവ് പോലീസ് കസ്റ്റഡിയിൽ. കോട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം പുനർനിർമ്മിക്കും. പാലം പുതുക്കിപ്പണിയാൻ സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചു. 1965 ഈ പാലം നിർമ്മിച്ചത് 22,500 രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടകംപള്ളി രാമചന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് കെട്ടിടം നാടിന് സമർപ്പിച്ചു. സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി 1,90,00,000 രൂപ ചെലവിലാണ് നിർമ്മാണം. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി 1,90,00,000 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടായിൽ നടന്ന ചടങ്ങ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. റെക്കോർഡിംഗ് റൂമായാലും അതോടൊപ്പം തന്നെ സബ് രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാനും പൊതുജനങ്ങളെ സേവിക്കാനും അതോടൊപ്പം തന്നെ ഭിന്നശേഷി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കയറി വരാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായി വിഭാവനം ചെയ്തൊരു ഓഫീസ് എന്ന നിലയിൽ വാടക കെട്ടിടത്തിൽ നിന്ന് മാറി സ്വന്തമായ കെട്ടിടത്തിലേക്ക് വന്ന ഈ നിമിഷം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ജനപ്രതിനിധി രൂപത്തിൽ ഈ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കടിപ്പിച്ചൊരു വാക്കുപോലും ഇതിന്റെ കരാറുകാരനോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരോടോ പറയേണ്ടി വന്നു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ A സതീഷ്, KM കേരളകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം R അഭിലാഷ്, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS ലക്ഷ്മിക്കുട്ടി, V അംബിക, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KP രവീന്ദ്രൻ, K മോഹൻകുമാർ, CR കുഞ്ചു, സുനിൽ തോട്ടത്തിൽ, PK പ്രദീപ് കുമാർ, KUM താജുദ്ദീൻ, R ബാലസുബ്രഹ്മണ്യൻ, P നാരായണൻകുട്ടി, ജയകൃഷ്ണൻ, കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K വിജയൻ, കോട്ടായി ആധാരമെഴുത്ത് യൂണിറ്റ് സെക്രട്ടറി TK ജഗദീശൻ എന്നിവർ സംസാരിച്ചു. നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ IAS സ്വാഗതവും രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ധന്യ സുരേഷ് IAS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊടുന്തിരപ്പള്ളിയിൽ പിതാവ് മകനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് 32 വയസ്സുള്ള സിജിൽ മദ്യപിച്ചെത്തിയുണ്ടായ വഴക്കിനെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ മകനെ അച്ഛൻ കൊലപ്പെടുത്തുകയായിരുന്നു. നിരവധി കേസിൽ പ്രതിയായ സിജിലിനെതിരെ പോലീസിൽ കാപ്പാച്ചട്ടം ചുമത്തിയിരുന്നു. കൊടുന്തിരപ്പള്ളിയിലെ വീട്ടിൽ വച്ചായിരുന്നു സംഭവം. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ മദ്യപിച്ച് വീട്ടിലെത്തിയ സിജിൽ ബഹളമുണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 8:30 അച്ഛനുമായി വാക്കേറ്റമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുമായിരുന്നു. സംഘർഷത്തിനൊടുവിൽ അച്ഛൻ കത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സിജിലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 1965 പാലം നിർമ്മിക്കാൻ ചെലവ് 22,500 രൂപ. ഇന്ന് പുതുക്കിപ്പണിയാൻ 1.5 കോടി. കുത്തന്നൂർ കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം പുതുക്കിപ്പണിയാൻ സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചു. പാലം അപകട ഭീഷണിയിലാണ് എന്ന ബോർഡ് സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. യാഥാർത്ഥ്യമാകുന്ന പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യം. നവകേരള സദസ്സിൽ PP സുമോദ് MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ കോതമംഗലം പുളിനെല്ലി പാലത്തിന് 1.5 കോടി രൂപ വകയിരുത്തിയത്. 1965 സാമൂഹികക്ഷേമ വകുപ്പിന് കീഴിൽ മേക്കനാംകുളം പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച പാലം അന്നത്തെ സാമൂഹികക്ഷേമ ഡയറക്ടർ NES രാഘവാചാരിയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പാലത്തിന്റെ ശിലാഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 60 വർഷം കാലപ്പഴക്കമുള്ള പാലം ബലക്ഷയം സംഭവിച്ചിട്ട് പതിറ്റാണ്ടുകളായി. പാലം അപകട ഭീഷണിയിലെന്ന ബോർഡ് സ്ഥാപിച്ചിട്ടും വർഷങ്ങളായി. കുത്തന്നൂർ, കോതമംഗലം, കോട്ടായി, പറളി റൂട്ടിൽ 3 ബസ് സർവീസാണ് നടത്തുന്നത്. മഴക്കാലങ്ങളിൽ വെള്ളം നിറയുന്നതിനെ തുടർന്ന് പ്രസ്തുത പാലത്തിലൂടെ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. പാലം പുതുക്കി പണിയുമെന്ന ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായിൽ ഭൂമിക ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കിസാൻ മേള സംഘടിപ്പിച്ചു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതിൽ പദ്ധതി സ്വീകരിച്ചുകൊണ്ട് ജോയിന്റ്
പ്രോജക്റ്റ് ഡയറക്ടർ എന്നോട് സംസാരിക്കും. എന്തായാലും നമ്മുടെ കാർഷിക മേഖലയിൽ മാറ്റമുണ്ടാക്കുകയല്ല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത്. കാർഷിക മേഖലയിലെ അഭിവൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ രക്ഷിക്കുക എന്നതാണ്. നമ്മുടെ കാർഷിക മേഖലയിൽ ഉയർച്ചയുണ്ടാക്കുക, അത് കർഷകരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക എന്നതാണ്. കർഷകരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നാടിൻ്റെ മാറ്റമാണ്. പി സുമോദി MLA അധ്യക്ഷത വഹിച്ചു. ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ S. ആറുമുഖപ്രസാദ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ കളക്ടർ G. പ്രിയങ്ക മുഖ്യാതിഥിയായിരുന്നു. BPKP പ്രദർശനമേളയും ഭൂമിക ലോഗോ പ്രകാശനവും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസും ഭൂമിക FPO പ്രവർത്തന പ്ലാൻ പ്രകാശനം പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷും നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ R. ഭാർഗവൻ തേങ്കുറിശി, KM കേരളകുമാരി പെരിങ്ങോട്ടുകുറിശി, ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഭൂമിക FPO പ്രസിഡന്റ് H. സൈനുദ്ദീൻ സ്വാഗതവും കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K. ജൂലി ജോർജ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ 2 മുതൽ 5 വരെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് കാർഷിക സെമിനാറുകളും നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫണ്ടോ മറ്റോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് നീങ്ങാനാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ചെയ്യാനായിട്ട് ആളുകൾ സന്നദ്ധരായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്കൂൾ തുറന്നാലും ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ വിതരണം നടത്താം എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ വിതരണോദ്ഘാടനം നമ്മൾ നടത്തിയത്. അപ്പോൾ പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം നമ്മുടെ ചാരിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പാലിറ്റി പ്രവർത്തനത്തിനായിട്ട് കൂടി നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഓരോ പാലിയേറ്റീവ് രോഗികളുടെ വീടുകളിലും എത്തുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുന്നതിന് നമുക്ക് സാധിക്കാറുണ്ട്. ആ നിലയിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ആശാപ്രവർത്തകരാണെങ്കിലും. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ M. ഉണ്ണികൃഷ്ണൻ, ഹുസൈൻ ഷഫീഖ്, PC സുമ, VM അൻവർ സാദിഖ്, സുജിത് കുമാർ, മെഡിക്കൽ ഓഫീസർ ലസിത, ജയച്ചൈ ശർമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയ്ക്ക് പൊൻതൂവിലായി കുത്തന്നൂർ പഞ്ചായത്തിലും പ്രവർത്തനം തുടങ്ങി. കുത്തന്നൂർ കോതമംഗലത്ത് ആരംഭിച്ച വായനശാല കെട്ടിടം ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി MMA ബക്കർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് S. സുനേഷ് അധ്യക്ഷത വഹിച്ചു. കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ വിശിഷ്ടാതിഥിയായി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല പ്രസിഡന്റ് R. റിൻസി, സെക്രട്ടറി അജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, എഴുത്തുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വായനശാല സെക്രട്ടറി A. നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇന്ന് അന്താരാഷ്ട്ര സൈക്കിൾ ദിനം. 27 കൊല്ലമായി തൻ്റെ ഉപജീവന മാർഗത്തിനായി സൈക്കിളിൽ തന്നെയുള്ള യാത്ര തുടങ്ങിയിട്ട് 77കാരനായ വാണിയംകുളം പനയൂർ ഇരട്ടമ്പലം സ്വദേശിയായ വേലായുധൻ്റെ കഥയിലേക്ക്. വാണിയംകുളത്തിനടുത്ത് പനയൂർ ഇരട്ടമ്പലം വീട്ടിൽ വേലായുധനാണ് ഈ കഥയിലെ താരം. വയസ്സ് 1ഉം 2ഉമല്ല, വേലായുധന് 77 പിന്നിട്ടു. പ്രായത്തിൻ്റെ അവശതകൾ ഏറെയുണ്ടെങ്കിലും നിത്യവരുമാനത്തിനായി ആരുടെ മുന്നിലും വേലായുധൻ കൈനീട്ടാറില്ല. തൻ്റെ കയ്യിലുള്ള ഈ പഴയ സൈക്കിൾ കൊണ്ട് വേലായുധൻ താണ്ടിയത് അനേകായിരം കിലോമീറ്ററുകളാണ്. ചുമന്നത് അനേകം ജീവിതഭാരങ്ങളും. രാവിലെ 10 മണിക്ക് വീട് വിട്ടിറങ്ങും. പിന്നെ ഇരുട്ടുന്നതുവരെയും തൊഴിലെടുക്കും. വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി പഴയ പാത്രങ്ങളും കാർഡ്ബോർഡുകളും ആക്രി സാധനങ്ങളും ശേഖരിക്കും. ഇതെല്ലാം ഒരിടത്ത് കൊണ്ടുവന്ന് കൂട്ടും. പിന്നീട് ഒരുമിച്ച് എടുത്തു വിൽക്കും. കാലം കുറേയായി ഇതുതന്നെയാണ് വേലായുധൻ്റെ ജോലി. തൻ്റെ ജോലിഭാരം കുറയ്ക്കുന്നത് ഈ കാണുന്ന സൈക്കിളാണ്. 20 വർഷം മുമ്പ് 1000 രൂപയ്ക്കാണ് വേലായുധൻ ഈ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിക്കുന്നത്. 1998 റേഷൻ കടകളിലെ അരിച്ചാക്കുകൾ ശേഖരിച്ച് വിൽക്കുന്ന ജോലിയിൽ തുടങ്ങിയതാണ്. 27 വർഷങ്ങൾക്കിപ്പുറം 77ാം വയസ്സിലും സൈക്കിൾ ചവിട്ടി ഉപജീവനം കാണുകയാണ് വേലായുധൻ. പകലന്തിയോളം പണിയെടുത്ത് ജീവിതം നയിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു പ്രചോദനം കൂടിയാണ് വേലായുധൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരുത്തിപ്പുറ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഷൊർണൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ ആദ്യാക്ഷരം തേടി സ്കൂളിലെത്തിയ കുരുന്നുകളെ വിവിധ സമ്മാനങ്ങളോടെ സ്വീകരിച്ചു. മധുര പലഹാരങ്ങളും വിതരണമുണ്ടായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഗാങ് ഓഫ് പരുത്തിപ്പുറയുടെ നേതൃത്വത്തിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
ക്യാപിറ്റൽ പേവിങ്സിനു വേണ്ടി റഹീം, വിജയൻ എന്നിവരും ഷരീഫ് മാസ്റ്റർ, ഗീത ടീച്ചർ, ഗ്യാങ് ഓഫ് പരുത്തിപ്ര പ്രതിനിധികളും ആശംസകൾ നേർന്നു. പ്രധാനാധ്യാപിക ഉഷ സ്വാഗതവും സോളി ടീച്ചർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ LSS US നേടിയ ശ്രീയ സതീശൻ, അർജുൻ കൃഷ്ണ എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം കിഴക്കുംപുറം AJB സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സ്കൂളുകളിലേക്ക്, അതായത് പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. വാർഡംഗം ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. A+ നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സിയ ഫാത്തിമയ്ക്ക് ഉപഹാരം നൽകി. സ്കൂൾ മാനേജർ A ഗോപാലൻകുട്ടി, അനു എബ്രഹാം, SJ നജീബ്, വാർഡ് മെമ്പർ റജില, ക്ലസ്റ്റർ കോർഡിനേറ്റർ നിസാമുദ്ദീൻ, റിസോഴ്സ് ടീച്ചർ ശുഭ, ജസീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്ര TMS LP സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. പുത്തൻ പ്രതീക്ഷകളുമായി വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തെത്തിയ കുഞ്ഞുങ്ങളെ സമ്മാനങ്ങൾ നൽകി മനസ്സു നിറച്ചു. ഷൊർണൂർ നഗരസഭ 27-ാം വാർഡ് കൗൺസിലർ P ദിലീപ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക നജാത്ത് സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് ശോഭ അധ്യക്ഷത വഹിച്ചു. 37 വർഷത്തെ സേവനത്തിനു ശേഷം വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന മുൻ പ്രധാനാധ്യാപിക രാധാമണി ടീച്ചർ, മാനേജ്മെന്റ് പ്രതിനിധികളായ സിജു മാസ്റ്റർ, രാഹുൽ മാസ്റ്റർ, SSG മുൻ PTA പ്രസിഡന്റ് ഗലീൽ, മുൻ പ്രധാനാധ്യാപിക രാധാമണി ടീച്ചർ, വൃന്ദ എന്നിവർ സംസാരിച്ചു. ശ്രുതി ടീച്ചർ നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്ക് പായസം വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക്. കെട്ടിടം നിർമ്മിച്ചത് സർക്കാരിന്റെ 1,90,00,000 രൂപ ചെലവിൽ. കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത വകുപ്പ് മന്ത്രി കടങ്ങപ്പള്ളി രാമചന്ദ്രൻ നാടിന് സമർപ്പിച്ചു. കൊടുന്തിരപ്പള്ളിയിൽ പിതാവ് മകനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് 32 വയസ്സുള്ള സിജിൽ. കൊലപാതകം മകൻ മദ്യപിച്ചെത്തിയ വഴക്കിനെ തുടർന്ന് പിതാവ് പോലീസ് കസ്റ്റഡിയിൽ. കോട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം പുനർനിർമ്മിക്കും. പാലം പുതുക്കിപ്പണിയാൻ സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചു. 1965 ഈ പാലം നിർമ്മിച്ചത് 22,500 രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.